വലുതായിട്ട് വന്നിട്ടൊന്നുമില്ല, എന്തായാലും കഴിക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് വരാം. നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടാ. ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്ക് ഒരു വണ്ട് കിടക്കുന്നതിൻ്റെ അത് എല്ലാ അണത്തിൻ്റെ സൈഡിൽ 3 പേര് 4 പേരൊക്കെ ആയി തൂങ്ങി ഇറക്കാൻ തുടങ്ങി. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടില്ല. ഇനി എടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പടച്ചവനെ അറിയാവും. അത് 5 മണിക്ക് ട്രെയിൻ ഇവിടെ പ്ലാറ്റ്ഫോമിൽ എത്തി. 5:10. ഹേ മച്ചാമരെ, ഗുഡ് ഉച്ചര. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ്. നമ്മൾ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ മെട്രോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി നേരെ മെട്രോയിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അപ്പോൾ കരിമ്പ് ജ്യൂസ് കിട്ടി, ഒരെണ്ണം വാങ്ങി. കപ്പലിൻ്റെ വാങ്ങി. എന്തായാലും ഇനി ഇവിടെ നേരെ മെട്രോയിൽ കയറുക, അവിടെ നേരെ തിരിച്ച് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ പോവുക, റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ എന്തായാലും ഇത് കുടിച്ചിട്ട് ഇവിടെ നിന്ന് തിരിക്കാം. ഈ പോണവന്മാരാരും മെട്രോയിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറിയണ കേട്ടാ. മെട്രോയിൽ കയറി ബസ് ഉണ്ടാന്ന് വെച്ചാൽ ആദ്യം. ഈ പോണവന്മാരാരും കയറിയിട്ടില്ല, ഈ പറഞ്ഞ ഞാനും. മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കയറി ടിക്കറ്റ് എടുത്ത് കേട്ടോ. ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും കൈ കിട്ടിയ സാധനമാണ് ഇതാണ് നമുക്കായത് 1 2. പിന്നെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ കൊടുക്കണം, ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇതായിരിക്കും ഇനി പാസ് ഇവിടുന്ന് കയറി പോകാനുള്ളത്. 72 രൂപ കേട്ടോ 4 പേർക്ക്. നമ്മൾ പൈസ എടുക്കുന്നത് ATM കൗണ്ടർ ഇവിടെ കണ്ടു. ഇപ്പോൾ നേരെ പോവുക. 72 രൂപ. യെസ്. ഓ വേണ്ട, നമ്മുടെ ഈ കൈ തന്ന ഈ സാധനം ഇതിനകത്ത് വയ്ക്കുക, എൻട്രി ആക്കി കഴിഞ്ഞു. പിന്നെ നേരെ പോവുക, അതാണ് അടുത്ത പരിപാടി. എടാ മുകളിൽ 1 പ്ലാറ്റ്ഫോം 1. ഇവിടെ ഇതുവഴി ആ പോട്ടെ. വിജിലിമ്പിച്ച ഒരു സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. പോണ് നമുക്ക് പോകാനുള്ളതാണോ എന്തോ. നമ്മൾ ഇറങ്ങിക്കൊണ്ടാണോ എന്തോ, എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. 3 മണി ആയിട്ടുള്ളൂ കേട്ടോ. പോണ് നേരെ പോവുക, കോയിനിടുക, ഓപ്പൺ ആവുന്നു, പുറത്തിറങ്ങുന്നു. നമ്മൾ ഇതുവഴി നടന്ന് അതുവഴിയൊക്കെ കറങ്ങി അടിച്ചാണ് ഒരു ബസ് കിട്ടി കയറിപ്പോയത്. ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് അവിടെ പോയിട്ട് വരാമെന്ന് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി മാത്രം അവർ റൂം എടുത്ത് തരാമെന്ന് പറഞ്ഞ് ആട്ടോയിൽ കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടുതലും മെട്രോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. രാവിലെ ആ ഒരു പൂരി കഴിച്ചാണ്. ഇപ്പോഴാണ് ഫ്രൈഡ് റൈസ് കയറ്റുന്നു എല്ലാവരും. ഓ വലുതായിട്ട് വന്നിട്ടൊന്നുമില്ല, എന്തായാലും കഴിക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് വരാം. നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടാ. ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്കും ഒരു വണ്ട് കിടക്കുന്നതിൻ്റെ അത് അടിപൊളി. കൊടുത്തപ്പം പ്രത്യേകിച്ചൊന്നും വാങ്ങില്ല, അത് നൈസായിട്ട് മാറ്റി. നമുക്ക് എത്ര രൂപ ആയി അതും കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചാൽ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു ഗൈസ്. ടിക്കറ്റ് എന്ന് വെച്ചാൽ ജനറലാണ്. ഇരുന്ന് ഉറങ്ങി തൂങ്ങി ഊപ്പാട് വരും. 2600 രൂപയെ 2000 AC. അപ്പോൾ നമ്മൾ ഇരുന്ന് നിരങ്ങിയൊക്കെ അങ്ങ് എത്തും. എടാ പിടിച്ച് കയറ്റിക്കോളേ, സ്വന്തം കാര്യം നോക്കി കയറല്ലേ. നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ട്രെയിൻ പക്ഷേ എടുക്കുന്നത് 7:20 കേട്ടോ. നമ്മളിപ്പോൾ 5 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും പ്ലാറ്റ്ഫോമിലെത്തി. ഞങ്ങൾ കയറി കിട്ടിയ സ്ഥലത്തേക്ക് കയറിയിരുന്ന്, അല്ലെങ്കിൽ ഇതുപോലും കിട്ടൂല കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം.
അങ്ങനെ ഏതാണ്ട് ട്രെയിൻ എടുക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ ട്രെയിനിൻ്റെത്? മാലിക്കും സെൻറ്റാവുന്ന പുറകിൽ ഒരു ലോഡ് ആൾക്കാരുമായിട്ട്. അതുപോലെ തന്നെ നമ്മളും ഫ്രണ്ടിലുണ്ട്, അടിയിലുണ്ട്, മേളിലുണ്ട്, താഴെയുണ്ട്, ഫുള്ളാള്. നൗഫലിനെ ഇവിടുന്ന് സീറ്റിൽ നിന്ന് എണീക്കാതെ കിടക്കുകയായിരുന്നു. ഏറ്റവും അവസാനം എണീപ്പിച്ച് പല വഴി ആൾക്കാർ വന്ന് കുത്തി എണീപ്പിച്ച് മാലിക്കിനെ എണീപ്പിച്ച് എല്ലാണത്തിൻ്റെ സൈഡിൽ 3 പേരും 4 പേരൊക്കെ ആയി തൂങ്ങി കിടക്കാൻ തുടങ്ങി. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടില്ല. ഇനി എടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് പടച്ചവനെ അറിയാവും. ട്രെയിൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ കയറി ആരുമില്ലായിരുന്നു. കുറച്ച് പേര് 2-3 പേര് മാത്രമേ ഉള്ളായിരുന്നു സീറ്റിൽ. അത് നമ്മൾ കയറുന്നത് 5 മണിക്ക് ട്രെയിൻ ഇവിടെ പ്ലാറ്റ്ഫോമിൽ എത്തി. 5:10 എനിക്ക് വേക്കി കിടന്ന് നെഞ്ചിലടിച്ച് കരയും അവസ്ഥ. ജീവനോടെ ഉണ്ടോ അവിടെ? കയ്യൂക്കും വായിൽ നാക്കുള്ളവന് സീറ്റ് കിട്ടും. ഓ അപ്പുറത്തെ സീറ്റില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ അപ്പുറത്ത്. പുള്ളിക്കാരനെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവും. നമുക്ക് നോക്കാം. അതുകൊണ്ട് അങ്ങ് അപ്പുറത്ത് ആ ബാഗ് എടുത്ത് പൊക്കുന്ന പുള്ളിയില്ലേ, ആ പുള്ളിക്കാരൻ അതിൻ്റെ ഇടയിൽ 2 പേരെ ഉള്ളായിരുന്നു. ഇടയിൽ വലിഞ്ഞു ഒടിച്ച് കയറി അങ്ങിതായി. ആ സ്ഥലത്ത് ആ പുള്ളിക്കാരൻ ഇടിച്ച് കയറി ഇരുന്നപ്പോൾ മറ്റേ പുള്ളിക്കാരൻ എണീച്ചേ പറ്റുള്ളൂ. അങ്ങനെ എണീച്ച് മാറിക്കൊടുത്തു. പിന്നെ നമ്മൾ വിചാരിച്ച് എപ്പോഴെങ്കിലും ആയാലും മാറിക്കൊടുത്തേ പറ്റൂ, ആരെങ്കിലും ഒരാളോട് വന്ന് കയറും. എന്തായാലും സുഖം യാത്രയാണ്. ആദ്യമേ ശരീരത്തിന് നാക്കിനും കേടില്ലാത്ത രീതിയിൽ നമ്മളങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് അമ്മമാരുടെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക. അത് തന്നെ പുള്ളിക്കാരനും അടുത്തിരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കൂടെ ഇനി വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അവനെ കൂടെ കയറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇറുപോകും. അപ്പം പുള്ളിയൊക്കെ ഏതാണ്ട് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. നമ്മൾ ഇനി ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ഏതാണ്ട് 34 മണിക്കൂറിന് ശേഷം. ചിലപ്പോൾ 40-48 മണിക്കൂർ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഈ ഒരൊറ്റ ദിവസം നമ്മൾ കരവാളിച്ച് അവസ്ഥയാണ് അവസ്ഥ. എന്തായാലും മണാലി നമ്മൾ കണ്ടിരിക്കും. പണിയെടുക്കണം ഒരുത്തനങ്ങളുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. ഇതിനപ്പുറം ചാടി കടന്നവനാണീ കെ ജോസ്. അപ്പം ഇന്നലെ രാത്രിക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രെയിനിൽ തന്നെയാണ്. നാളെ ഏതാണ്ട് ഒരു 10 മണിയൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത് നമ്മൾ ഡൽഹി എത്തുമ്പോഴത്തേക്കും. ഇന്നലെ നമ്മൾ തൂങ്ങിപ്പിടിച്ചാണ്ടിരുന്നെങ്കിൽ പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും TTR വന്ന് നമ്മൾ സംസാരിച്ച് സ്ലീപ്പർ കോച്ചിലേക്ക് ഒന്നുകൂടെ ഡൈവേർട്ട് ചെയ്ത് തന്ന് അതിന് ഒരാൾക്ക് 450 രൂപ പേ ചെയ്ത് നമ്മളതിൻ്റെ അതുകൊണ്ടാക്കി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് സീറ്റ് കൺഫേം ആക്കി തന്നിട്ടില്ല. എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ വേക്കൻസി ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കയറി കിടക്കുക, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് സീറ്റ് കൺഫേം ആക്കി തന്നിട്ടില്ല. അങ്ങോട്ടുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ ടൈം ഏതാണ്ട് ഒരു 9:40 കേട്ടോ. ഇത് പ്രായമുള്ളൊരു ലേഡി ഇവിടുത്തെ ഈ സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. റെയിൽവേയിലെ ജോലിക്കാരിയൊന്നുമല്ല. ഇങ്ങനെ കുറച്ച് പേരുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുടെ ഓരോ ക്യാബിനും കിടന്നു. നമ്മൾ കൊടുത്തു. അവരിങ്ങനെ വൃത്തിയാക്കുന്നുണ്ടല്ലോ, വൃത്തിയാക്കിയിട്ടല്ലേ പൈസ വയ്ക്കുന്നത്. അല്ലാതെ വന്നിട്ട് കൈയും കാലിട്ട് അടിച്ചിട്ടല്ലേ പൈസ വാങ്ങാൻ വരുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കണ്ടോ വരുന്നു, ഇവിടെയുള്ള എല്ലാ വേസ്റ്റുകളും വാരിക്കൊണ്ടാണ് വരുന്നത്. താഴെ ഇറങ്ങാമല്ലോ. കണ്ട എന്ത് നന്നായിട്ടാണ് പണിയെടുത്തിട്ട് പോണേന്ന് പുള്ളിക്കാരി. ഇതേപോലെ ടോയ്ലറ്റ് ആരെങ്കിലും റെഡിയാക്കിയിട്ടിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഈ കൈയടിച്ച് പൈസ വാങ്ങാൻ വരുന്നത് ഇതേപോലെയുള്ള എല്ലാം ചെയ്തിട്ടാണ് പൈസ വാങ്ങിയിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു അല്ലേ. അത് സന്തോഷത്തോടെ കൊടുക്കാം. അതിലല്ലേ പിടിച്ചുറക്കണേക്കാട്ടി ഒരു ജോലി ചെയ്തിട്ടാണ് കൊടുക്കുന്നതിൻ്റെ ഒരു സമ്മതങ്ങൾ കാണാം.
ലെവൻ എന്തൊക്കെയോ പറയാനുണ്ട്, നമുക്ക് അടുത്തതിൽ പറയിപ്പിക്കാം. എനിക്കൊന്നും നിനക്കുണ്ട് പറയാൻ. നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. തലകൊത്തി ചിരിച്ചുള്ള സിറ്റുവേഷൻ. നമുക്ക് ഫോൺ എടുക്കാക്കൂലായിരുന്നു. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കൊണ്ട് അവർ പോകും. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ സമയം 10 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഡൽഹി എത്തും. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ ന്യൂ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മണാലിയിലേക്ക്. ഇനിയിപ്പം നാളത്തെ വീഡിയോ മണാലി വിശേഷമായിട്ട് ഡൽഹിയിട്ട് അതൊക്കെ നമ്മൾ പൊക്കോട്ടെ. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ ഡൽഹി ടു മണാലി. അപ്പോൾ ബൈ ബൈ.